പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു ഡോർമാറ്റുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റ് ആയിട്ടുള്ള, അതായത് നമ്മുടെ പഴയ ചുരിദാറോ അല്ലെങ്കിൽ പഴയ കുട്ടികളുടെ ജീൻസോ വലിയവരുടെ ജീൻസോ അതല്ലെങ്കിൽ എന്ത് തുണി ആയിക്കോട്ടെ, അത് ഏത് ഒരു കോട്ടൺ തുണി എന്തായെങ്കിലും, അതായത് നമ്മുടെ വെള്ളം വലിയുന്ന ഏതൊരു ടൈപ്പ് തുണിയും യൂസ് ചെയ്ത് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അതും വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ, അതായത് തുന്നുകയും വേണ്ട, അതുപോലെ തന്നെ എന്താ പറയണ മെഷീനും വേണ്ട, ഒന്നും വേണ്ട ഇതിനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വേഗം തന്നെ നോക്കിയാലോ. അതിനു മുന്നേ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു ഡോർമാറ്റ് നമുക്ക് എത്ര വലിപ്പം വേണോ ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു പഴയൊരു ചുരിദാറിൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത്, പിന്നെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലേറ്റിൻ്റെ ഈ ഒരു റൗണ്ട് ഷേപ്പിലാണ് നമ്മളിത് കട്ട് ചെയ്ത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അത് കട്ട് ചെയ്യണേ എങ്ങനെയൊന്നും കാണിച്ചു തരുന്നില്ല, വേറെ ഒന്നുമില്ല, നമ്മൾ കഴിഞ്ഞ ദിവസം മാസ്ക് ചെയ്തപ്പോൾ ജസ്റ്റ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്കിന്ന് വേഗം ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇത് റൗണ്ട് ഷേപ്പിൽ തന്നെ ഉണ്ടാക്കണമെന്നൊന്നുമില്ല, നമുക്ക് സ്ക്വയറായിട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഹാർട്ടിൻ്റെ ഷേപ്പിലോ അങ്ങനെയൊക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ പഴയ ഒരു പാൻറ്റാണ്. അപ്പോൾ ഈ ഒരു പാൻറ്റിൽ നിന്ന് നമുക്കിത് തുന്നിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏത് ചുരിദാറോ അല്ലെങ്കിൽ നമ്മുടെ പഴയ ഹസ്ബൻഡിൻ്റെ ഒക്കെ പഴയ മുണ്ടുകളോ അങ്ങനെ ഏത് തുണി വേണമെങ്കിലും നമുക്ക് വേസ്റ്റായിട്ടുള്ള തുണി നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ഡോർമാറ്റായിട്ട് തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, വേറെ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാതെ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതാ നമ്മളൊരു ഗ്ലാസ് എടുത്തു, എന്നിട്ട് ആ ഗ്ലാസിൻ്റെ ആ ഒരു വട്ടം നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുവാണ്. ഇതുപോലെ നമുക്ക് ഈ പാൻറ്റ് ഫുള്ളായിട്ട് വരച്ചെടുക്കാം. ഇതിപ്പം ഞാൻ പാൻറ്റ് കട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യാതെയാണ് ഇങ്ങനെ വരച്ചെടുക്കുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു പാൻറ്റിൻ്റെ സെൻറ്ററിൽ കൂടി ഒന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇങ്ങനെ വരച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് കൈ പെട്ടെന്ന് മുറിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നല്ല മൂർച്ചയുള്ള കത്രിക വേണ്ട, എൻ്റെ കത്രികയ്ക്ക് ഇത്തിരി മൂർച്ച കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ ഇച്ചിരി പാടായിരുന്നു ഇങ്ങനെ കട്ട് ചെയ്തപ്പം. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റ പീസ് കട്ട് ചെയ്യുമ്പോൾ തന്നെ 2 പീസ് നമുക്ക് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് നിവർത്തിയിട്ടിട്ട് കട്ട് ചെയ്ത് എടുത്തോളും, അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, കത്രിക മുറിച്ചില്ല, കാരണം ഞാൻ നന്നായിട്ട് പാടുപെട്ടു എന്ന് തന്നെ പറയാം. മൂർച്ചയുള്ള കത്രികയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ സംഭവം റെഡിയാവും. അപ്പോൾ ഞാൻ ഒരെണ്ണം കട്ട് ചെയ്തെടുത്തു, അത് എന്താ പറയുക ക്യാമറയ്ക്ക് പുറത്തായിപ്പോയി ഞാൻ പിടിച്ചതൊക്കെ. അപ്പോൾ വേറൊന്നുമല്ല, നമ്മളാ വരച്ചിരിക്കുന്ന ആ വരയിൽ കൂടി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, 2 പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കിത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഒന്നുകിൽ നമുക്കിത് സൂചിയും നൂലുപയോഗിച്ച് വേണമെങ്കിൽ തുന്നി കൊടുക്കാം, അതല്ല എങ്കിൽ നമുക്കിതുപോലെ വെച്ച് ജസ്റ്റ് ഒന്ന് പശ വെച്ച് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് ഇത് ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പം ഗ്ലൂ ഗൺ ഇല്ലാത്തവർക്ക് നമുക്കൊരു സൂചിയിൽ നൂല് കോർത്തതിന് ശേഷം ഇത് ഓരോന്നായിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുന്നിയെടുത്താലും മതിയാകും കേട്ടോ. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യുക. പക്ഷേ ഈ ഗ്ലൂ ഗൺ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോരും ഒന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം മാസ്ക് ഉപയോഗിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, തുണിയിൽ ഇത് നന്നായിട്ട് ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും നമ്മൾക്കിത് പറഞ്ഞു പോരുമെന്ന് പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കിത് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ അകത്തും വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് ഡോർമാറ്റായിട്ട് മാത്രമല്ല യൂസ് ചെയ്യാവുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. വേറെ ഒന്നുമല്ല, നമുക്ക് ഈ ടേബിളിൻ്റെ പുറത്ത് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കാം. അതല്ല എങ്കിൽ നമുക്ക് സോഫയിലൊക്കെ നമ്മൾ ഈ പില്ലോ വയ്ക്കുകയല്ലേ, പില്ലോ വയ്ക്കുമ്പോൾ നമുക്ക് ആ പില്ലോ ഇതേ ആകൃതിയിൽ പില്ലോ ഉണ്ടാക്കി വെച്ച് റൗണ്ടിൽ പില്ലോ ഉണ്ടാക്കിയിട്ട് ആ പില്ലോയുടെ മുകളിൽ ഇത് ഒട്ടിച്ച് വെച്ചാൽ നല്ല രസമായിരിക്കും കാണാൻ കേട്ടോ. അപ്പോൾ ഡോർമാറ്റായിട്ട് മാത്രമല്ല ഇത് യൂസ് ചെയ്യാവുന്നത്. അപ്പോൾ അത് നമുക്ക് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഡോർമാറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് വലിപ്പം കൂട്ടിയും കുറച്ചൊക്കെ ഉണ്ടാക്കിയെടുക്കാം. നല്ല രസമായിരിക്കും, ഇത് നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ.
നമുക്ക് ഒറ്റ കളർ തന്നെ ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ പല കളർ യൂസ് ചെയ്താൽ അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇനി ഞാനിത് ജസ്റ്റ് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഫ്ലവറും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു 2.5 ഇഞ്ച് വീതിയിൽ തുണി എടുത്തിട്ടുണ്ട്. തുണി എടുത്തിട്ട് ദാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ അതാ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ ജസ്റ്റ് ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചുരുട്ടിയെടുത്താൽ മാത്രം മതി, നമുക്കൊരു ഫ്ലവറിൻ്റെ ആകൃതിയിലായിട്ട് കിട്ടും. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിത് 2.5 ഇഞ്ച് വീതിയിലാണ് തുണി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 1.5 ഇഞ്ച് വീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് നീളത്തിൽ കട്ട് ചെയ്യുക. ബാക്കിയുള്ള ഭാഗം എന്താ ഇതുപോലെ പ്ലെയിൻ ആയിട്ട് വിടുക കേട്ടോ. അത്രയും കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതാ ജസ്റ്റ് നമുക്ക് എത്ര പൂവിൻ്റെ വലിപ്പം ആവശ്യമാണോ അത്രയും രീതിയിൽ നമുക്കിതുപോലെ ചുറ്റിയെടുക്കാം. അപ്പോൾ അതാ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് വരുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്ലൂ ഗൺ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതാ ഇതുപോലെ. അപ്പോൾ അതും ഒട്ടിച്ചു. ഇനി നമ്മൾ ആ ബാലൻസ് വരുന്ന ഭാഗം കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ട് വെക്കുമായിരിക്കും കുറച്ചുകൂടി ഭംഗിയായിട്ട് വരിക. അല്ലെങ്കിൽ നമ്മൾ ഈ ഫ്ലവർ ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പോൾ ആ പൊങ്ങി നിൽക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ. എങ്കിലാണ് നമ്മുടെ ആ ഡോർമാറ്റയിലേക്ക് ഇത് കറക്റ്റ് ആ പാകത്തിന് വരത്തുള്ളൂ. അല്ലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പൂ മാത്രം ഇങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ മുളച്ച് നിൽക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തത്. എന്നിട്ട് ഇതാ ഇതുപോലെ ഫ്ലവർ പോലെ ഒന്ന് വിടർത്തിയെടുത്തതിന് ശേഷം നമുക്കിത് ഒരു കുറച്ചുകൂടി പശ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ സ്റ്റിച്ചിങ് തുന്നൽ, അതായത് സൂചി കൊണ്ട് ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് തുന്നി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാ നമ്മുടെ ചവിട്ടി അല്ലെങ്കിൽ ഡോർമാറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ സംഭവം. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു ഡോർമാറ്റാണ് കേട്ടോ ഇന്ന് പറഞ്ഞു തന്നത്. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. നല്ല രസമുണ്ട് കേട്ടോ, നല്ലൊരു ഭംഗിയിൽ. എന്താ പറയുക, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് വേസ്റ്റായിട്ടുള്ള തുണികളൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ ഇനി ഒരിക്കലും കളയണ്ട. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വെറുതെ വേസ്റ്റായിട്ട് വീട്ടിലിരിക്കത്തുമില്ല, നമുക്ക് കാണാനൊരു ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് തന്നെ മേശയുടെ മുകളിലോ അല്ലെങ്കിൽ മേശയുടെ മുകളിൽ ജസ്റ്റ് ടേബിൾ മാറ്റായിട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ ഡോർമാറ്റായിട്ട് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ അതല്ല എങ്കിൽ നമ്മുടെ സോഫയിൽ പില്ലോ കവറിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു പില്ലോ കവർ ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ റൗണ്ടായിട്ടൊരു പില്ലോ കവർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇത് ഒട്ടിച്ച് നോക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ഏറ്റവും ഭംഗിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഉപകാരപ്രദമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ബായ്.